അല്ല ഡോക്ടർ, 30ാമത്തെ ബർത്ത്ഡേ അല്ലേ അദ്ദേഹത്തിന്റെ? അപ്പോഴെങ്ങനെ 30 മെഴുകുതിരി കത്തിക്കോ? അതിനുള്ള ഷോർട്ട് കട്ട് സായിപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. 3 വലിയ മെഴുകുതിരി കത്തിച്ചാൽ മതി. കാണാൻ കൊള്ളാവുന്ന നഴ്സുമാരുണ്ടെങ്കിലേ ഹോസ്പിറ്റൽ നല്ല കോളായിരിക്കും അല്ലേ അറിയാ? അതിനിപ്പോ ഡോക്ടറും കാണാന് അത്ര മോശമൊന്നുമല്ല. അതും ശരിയാ, വെറുതെ അല്ല ആശുപത്രിയിൽ ആളൊഴിഞ്ഞ നേരം കാണാത്തത്. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് തരൂ. ഈ പെങ്കച്ച് കൊള്ളാമല്ലോ. ഇതിന്റെ പേരെന്താ ഡോക്ടറെ? ഇതിനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തരം പഞ്ചാരി അടിയാകുമല്ലോ എന്ന് കരുതിയാ ഡോക്ടറെ വിളിച്ചത്. ഒന്ന് പറഞ്ഞേ ഡോക്ടർ. മിസ്റ്റർ, നിങ്ങൾ അനാവശ്യം പറയാതെ മുന്നിൽ പോകുന്നുണ്ടോ? കണ്ടോ, ദേഷ്യം വരുമ്പോ ഡോക്ടറിന്റെ പുരിയ കിടന്ന് പറയുന്നത് കണ്ടോ? മെഡിസിന് പഠിച്ചതിന് പകരം വല്ല സിനിമയിലും ചെന്ന് ചേർന്നിരുന്നെങ്കിൽ ഒരു ഡോക്ടറിന് ഉർവശിയെങ്കിലും കിട്ടുമായിരുന്നു. അല്ല, ഡോക്ടർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? എടാ മണ്ട, അടുപ്പമുള്ളവരെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണം. ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ല് പേ ചെയ്തേ. Many happy returns of the day. താങ്ക് യു. കാന്താരി, നീ വല്ല സ്റ്റൈലിൽ ഇത് കൊണ്ടുവരുന്നത് കാണുമ്പോ നീ എന്തോ അധ്വാനത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിച്ചാന്ന് തോന്നുന്നു. അയ്യേ, എന്റെ പോക്കറ്റ് മണിയിൽ നിന്നും ഞാൻ തന്നെ ഇസ്കി ഉണ്ടാക്കിയ കാശിന് വാങ്ങിയതാ. അതെ അതെ, എന്റെ പോക്കറ്റിൽ കിടന്ന മണി നീ ഇസ്കി എടുത്ത് വാങ്ങിച്ചാണെന്ന് പറ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ഫോർമൽ വിഷയവും താങ്ക്സ് പറച്ചിലും വേണം. വേണ്ട, പക്ഷേ ഒരു ഉത്തമ ഭാര്യ എന്ന നിലയിൽ വർഷാവർഷം ഓരോ പിറന്നാളിനും ഇങ്ങനെ ഓരോ പാക്കറ്റ് മാത്രം തന്നാൽ പോരാത്തതാകുന്നു. പിന്നെ അടുത്ത പിറന്നാളിന് മുമ്പെങ്കിലും ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ ഒരു കിഴിക്കാൻ പറ്റും. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് നിനക്കെന്താണ് ഒബ്ജക്ഷൻ? ഉണ്ട് മാന്യരെ, എന്റെ പഠിത്തം കഴിഞ്ഞ് മെഡിസിൻ ഡിഗ്രി എടുത്ത് ഞാൻ ഡോക്ടർ ശാരദയുടെ അസിസ്റ്റന്റായി ചാർജ് എടുക്കും വരെ ഹോസ്പിറ്റലിലെ രോഗികളുടെ ഉത്തമ താല്പര്യങ്ങളെ മാനിച്ച് ഒരു കാരണവശാലും ഡോക്ടർ ശാരദ പ്രസവാവധി എടുക്കുവാൻ പാടില്ലാത്തതാകുന്നു. ശരി കൊച്ചെ, എനിക്ക് എപ്പോഴേക്കും വയസ്സ് 10-40 ആകുമല്ലോ. ജനിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും വളർന്ന് പ്രായപൂർത്തിയാകുമ്പോഴേക്കും കണ്ണിൽ വെള്ളെടുത്തു പോകും. മേ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. ക്ഷണിക്കാവുന്നതാണെന്നറിയാം, എന്നാലും ഈ സുദിനത്തിൽ അവർ ബെസ്റ്റ് വിഷസ് ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ്. ഈ സമ്മാനം സ്വീകരിക്കണം ഡോക്ടർ. എന്റെ പിറന്നാള് ഒരു സ്വകാര്യ സംഭവമാണ്. മറ്റാളുകളെ വിളിച്ചു വരുത്തി ആഘോഷിക്കുന്ന പതിവ് എനിക്കില്ല. മറ്റുള്ളവരുടെ സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന പതിവ്. ദാറ്റ് ഷോസ് യുവർ നോബൽ ക്യാരക്ടർ. പക്ഷെ ഡോക്ടർ, ഒരുപാട് തവണ ആവശ്യമില്ലാതെ ഞങ്ങൾ ഡോക്ടർക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിന്റെ വിവരക്കേട്, അല്ലെങ്കിൽ അവിവേകം കൊണ്ടുള്ള എഴുത്തിയാട്ടം. ഡോക്ടർ അതൊക്കെ മറക്കണം, ക്ഷമിക്കണം. എന്തെങ്കിലും ഹാർട്ട് ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മെന്റ് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. വെൽ, നിങ്ങളുടെ വാക്കുകൾ മനസ്സിൽ തട്ടി പറയുന്നതാണെങ്കിൽ 100%. വെരി ഗുഡ്. വരൂ, സൽക്കാരമൊന്നും ഇല്ലെങ്കിലും ഒരു കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട ഡോക്ടർ, താങ്ക്സ്. നല്ലൊരു ദിവസമായിട്ട് ഡോക്ടറുടെയും കുടുംബത്തിന്റെയും പ്രഷ്യസ് മൊമെന്റ്സ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത് മുഷിപ്പിക്കുന്നില്ല. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. ഒരു ബർത്ത്ഡേ പ്രസന്റ് ആയിട്ടെങ്കിലും. അതെ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചു എന്നതിന്റെ സൂചനയായിട്ടെങ്കിലും. താങ്ക് യു. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ ഡോക്ടർ. ആരും ചീത്തയായി ജനിക്കുന്നില്ല, ചീത്തയായി മരിക്കുന്നുമില്ല. സാഹചര്യങ്ങളാണ് അവരെ ചീത്തയും നല്ലതൊക്കെ ആക്കുന്നത്. ശരിയല്ലേ? എന്തോ എനിക്കിപ്പോഴും അവരെ ബോധ്യം തോന്നില്ല.
പറഞ്ഞത് ശരിയാണ് ശാരദേ, യു ആർ റൈറ്റ്. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പുഷ്പയോ എന്റെ വീട്ടിലുണ്ടോ സ്വാമി മഹാഗണപതി? അയ്യോ സ്വാമിയേ, വിനായകനെ, വിഘ്നേശ്വര, നീയാണ് എന്റെ പുഷ്പയെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ നിനക്ക് 108 തൈ കൊടുത്തേക്കാം. മഹാഗണപതി ഷർട്ടോടെ അതവിടെ അപ്പൊ കല്ലിന്റെ പുഷ്പയോ വരൂ, അകത്തോട്ടിരിക്കാം, കയറിയിരിക്കാന്നേ, വരുമെന്നേ പ്ലീസ്. എന്റെ കത്തിന് മറുപടി തരാൻ നേരിട്ട് വേണമായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഐ ആം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഇറ്റ്. ഈ കത്ത് നിങ്ങൾ അയച്ചതല്ലേ? ആ അതെ. ഇനി ഇങ്ങനെ മര്യാദകൾ കാണിച്ചാൽ അനുഭവം വേറെ ആയിരിക്കും. സോറി, നേരിട്ട് പറയാൻ ഒരു മടി. എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കത്ത് എഴുതിയത്. മറ്റാരെങ്കിലും തുറന്നു കാണിച്ചാൽ മതി, എന്നോട് പ്രേമൊന്നും വേണ്ട, മനസ്സിലായോ? മാഡം, ഞാൻ പ്രേമിക്കും, ചത്താലും പ്രേമിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ആരെയും പ്രേമിക്കാം. പ്രേമിക്കാം, പക്ഷേ വായില് പല്ലൊന്നും കാണില്ല. പല്ലില്ലാതെ ഞാൻ പ്രേമിക്കും. ദാറ്റ്സ് മൈ ഡീപ് ലവ്. മേലാൽ ഈ പ്രേമോന്നും പറഞ്ഞു വന്നാൽ ലോകപ്പിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്, മനസ്സിലായോ? പുഷ്പേ പ്ലീസ്, ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. എടാ മോനെ, മരുമോനെ, നിനക്ക് ഈ പണിയുണ്ടല്ലോ. നീ എന്തുവാ പറഞ്ഞേ? ആർക്കും ആരെയും പ്രേമിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ടെന്നോ? എന്നാ അവള് പറഞ്ഞ പോലെ ആർക്കും ആരുടെയും പല്ല് തല്ലി കുഴിക്കാനും കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ട്. ഈ ചെറു പ്രായത്തിലെ നീ വകുപ്പിൽ പിടിച്ച് കളിക്കാതെ ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇത് സിന്ധു. ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പുറത്തു പോകും, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഡോക്ടർ. കൺഫേംഡ് കേസാണ്. സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ചുറ്റിക്കളി തന്നെ, ഗർഭം. എത്ര മാസമായി? 4. കാര്യം എന്താണെന്ന് വെച്ചാ വളർത്തി കേട്ടാൽ അങ്ങ് പറയാം. ഇതൊന്ന് അലസിപ്പിക്കണം. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? അതല്ലേ ഡോക്ടർ പ്രശ്നം. അങ്ങനൊരു പാർട്ടി ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അബോർഷൻ നടത്താം. ഉത്തരവാദപ്പെട്ടവരാരെങ്കിലും രേഖാമൂലം ആവശ്യപ്പെടണം. തുക വല്ലതും കൂടുതൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഡോക്ടറെ. പുറത്തെ റേറ്റിലൊന്നും 1000-ഓ 2000-ഓ കൂട്ടിത്തരാം. എന്താ പോരെ? മിസ്റ്റർ, നിങ്ങളുടെ സംസാരം അതിൽ കിടക്കുന്നു. ഓഹോ, അപ്പോ ചെയ്തു തരത്തില്ലെന്നാണോ? ചെയ്തു തരാം. ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഒരു കടലാസ് ഒപ്പിട്ട് തരാൻ തയ്യാറാണ് നിങ്ങൾ ആരെങ്കിലും? നടക്കാത്ത കാര്യം പറയല്ലേ ഡോക്ടർ. എങ്കിൽ പ്ലീസ്, ദാ പുറത്തേക്കുള്ള വാതിൽ അതാണ്. എന്റെ സമയത്തിന് വിലയുണ്ട്. ഡോക്ടർ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാന്യമായ ഭാഷയിൽ ആദ്യമേ പറഞ്ഞു. അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ എനിക്ക് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് ഔട്ട്. പേടിപ്പിക്കാതെ ഡോക്ടറെ. അത്ര പെട്ടെന്നൊന്നും വിരളുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ ആരും. എന്താ ഇവിടെ? അല്ല ഡോക്ടറെ, ആർക്കും ചെയ്തമില്ലാത്തൊരു ഉപകാരം. ഒരു ചെറിയ അബോർഷൻ കേസ്. ഇത് അവർക്കാണെങ്കിൽ സമ്മതവും. ചോദിക്കുന്ന പൈസ തരും. കാശ് മാത്രം നോക്കിയിട്ടല്ല ഞാൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്. എനിക്ക് എന്റേതായ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. കൊണ്ടുപോയി കളയണം ഡോക്ടറെ. പ്രിൻസിപ്പിൾ. ഡോക്ടർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കാര്യം മറക്കണം, അതിനുള്ള വഴി നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ എന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദിത്തം രേഖാമൂലം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്ക് പോവാം. ഓ, ഇതങ്ങ് നാട്ടുനടപ്പില്ലാത്ത പോലാണല്ലോ ഡോക്ടറുടെ സംസാരം. ഇതിലും വലിയ ഹോസ്പിറ്റലിൽ വരെ ഇതൊക്കെ തന്നെയാ മെയിൻ ലൈൻ. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്റെ ഇഷ്ടപ്രകാരം ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഐ എം സോറി. അപ്പൊ ഡോക്ടർ വേണ്ട, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ ഫൈനൽ വേറെ എന്താണെന്ന്. ഇവിടെ ഇത് സാധ്യമല്ല. നിങ്ങൾ പോണം പ്ലീസ്. ഐ സേ യു ഗെറ്റ് ലോസ്റ്റ് മാൻ. എന്താണ് അവന്മാർ നമ്മൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മളെ കുറിച്ചും കരുതിയിരിക്കുന്നത്?
അങ്ങോട്ട് മാറില്ലേ പുറകോട്ട് മാറില്ലേ മാറുന്നേ. ഒരു 7 പേരുണ്ടായിരുന്നു. അതെ, കണ്ടപ്പോഴേ പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന് കരുതിയാണ് അവർ വന്നത്. പാവം ആ കുട്ടി. ഷീമത് ഹാബിൻ ചീറ്റഡ്. അതുകൊണ്ടാവും ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ വയ്യ. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കൊലപാതകവുമാകാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയല്ല മരിച്ചതെന്നുണ്ട്. കഴുത്തിൽ പാടുകളുമുണ്ട്. എ ക്ലിയർ കേസ് ഓഫ് സ്ട്രാംഗ്ലിംഗ്. മൈ ഗോഡ്. മരിച്ച പെൺകുട്ടിയുടെ ബ്ലൗസിനുള്ളിൽ നിന്നും ഡോക്ടറുടെ ആശുപത്രിയിലെ ഒരു OP ചീട്ടും ഒരു ബസ് ടിക്കറ്റും കുറച്ച് പണവും കിട്ടി. അതാണ് ആകെ കൂടെ കിട്ടിയ തൊണ്ടി. കുറ്റപത്രം ചേർത്താൻ മാത്രം എവിഡൻസ് ഇല്ല. ആസ് ഇറ്റ് ഈസ് സ്റ്റിൽ ലെറ്റ് മീ സീ. എന്നോടിപ്പോൾ പറഞ്ഞത് വേണ്ടി വന്നാൽ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സത്യം പറയുന്നതിൽ എന്താണ് സാർ ബുദ്ധിമുട്ട്? ഞാനിത് എവിടെ വേണേലും എന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ഒരു ഫുൾ ബോട്ടിൽ വിസ്കി കൂടി വേണം. കുറച്ച് ചിക്കൻ 65. സാറേ പച്ച ഇപ്പോഴേ എത്രയാണെന്ന് അറിയോ? അത് തീർക്കാണ്ടിനി കൊടുക്കണ്ടെന്നാ മാനേജർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത്രയും തന്നു തന്നെ ഞങ്ങളുടെ റിസ്കില്ല. ശരി, പരിഹാരം ഉണ്ടാക്കാം. ഈ കാലി കുപ്പി നിരത്തി വെച്ചിരിക്കുന്ന ഈ കുപ്പികളിലേക്ക് എറിഞ്ഞാൽ സുമാർ എത്ര രൂപ കിട്ടും? നല്ല കണക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേര് മാറി മാറി എറിഞ്ഞാല്. അയ്യോ സാറ് ചതിക്കല്ലേ. എങ്കിൽ മര്യാദ കുപ്പി എടുക്ക. അങ്ങനെ ഇതാ അറിയാ, ആവശ്യമുള്ളത് കുടിച്ചോ. വെൽ യങ്മൻ, കയ്യിലുള്ള ഗ്ലാസുകളെല്ലാം പെട്ടെന്നൊന്ന് കാലിയാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അല്പം ജോലിയുണ്ട്. വാണ്ടൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സാവകാശം പറയാം. എന്റെ പൊന്നനിയന്മാര് ഒന്ന് എളുപ്പം പുറപ്പെടാൻ നോക്ക്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുള്ളതാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ വാറണ്ടുണ്ട്. എന്തിന്? ഒരു പാവം പെങ്കൊച്ചിന്റെ ശവം ഇവിടെ അടുത്തൊരു പുഴയിൽ പൊങ്ങി. സിന്ധു എന്നാ പെങ്കൊച്ചിന്റെ പേര്. സാറിനൊരു സംശയം, അതൊരു കൊലപാതകമാണോന്ന്. സംശയം വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് കരുതിയ? അതും ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? ആ പെൺകുട്ടിയും കൊണ്ട് നിങ്ങൾ ഡോക്ടർ ശാരദയുടെ അടുത്തിയെന്ന് അബോർഷൻ നിർബന്ധിച്ചു എന്ന് പറയുന്നത് തന്നെ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ? എന്നാര് പറഞ്ഞു? ഡോക്ടർ ശാരദയും ഡോക്ടർ രാമചന്ദ്രനും തന്നെ. എന്റെ അടുത്ത് മാത്രമല്ല, കോടതിയിലും അവരത് തന്നെ പറയും. ഇൻസ്പെക്ടർ, നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ്. വെറുതെ ആളും നിലയും അറിയാതെ. ബലപ്രയോഗം കഴിവതും ഒഴിവാക്കണമെന്നാ ഞങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. വെറുതെ പണി ഉണ്ടാക്കല്ലേ മക്കളെ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ വകുപ്പുകൾ ഇനിയും കൂടും. ചുമ്മാ എങ്കിൽ പോരെ. വാ മക്കളെ.